سندي ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് വിശുദ്ധമായ റമളാനിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്തു. അല്ലാഹു ഈ റമളാനെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അമലുകൾ കൊണ്ട് ധന്യമാക്കി ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ യാത്രയാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തുടക്കം ഒടുക്കം ഏതൊരു അമലിന്റെയും ആരംഭവും അവസാനവും വളരെ പ്രധാനമാണ്. റമളാനിൽ ആദ്യം നമ്മളെല്ലാവരും പള്ളിയിൽ സജീവമായി ഉണ്ടാവുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് റമളാൻ കഴിയുന്നതുവരെയും റമളാൻ ഉപയോഗപ്പെടുത്താൻ പരമാവധി ഖൈറുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞാൻ ദീർഘമായൊരു വഴന്ന് പറയുകയല്ല. എല്ലാവരും പലവിധ തിരക്കുള്ള ആളുകളായി പറഞ്ഞ നേരം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും നസീഹത്ത് നടത്തി അവസാനിപ്പിക്കും. റമളാനിലും റബ്ബിലേക്ക് അടുക്കാത്തവർ സീസണിലും കായ്ക്കാത്ത മരങ്ങളെ പോലെയാണ്. സീസണിലും കായ്ക്കാത്ത മരങ്ങൾ വെട്ടിമുറിച്ച് വിറകാക്കുക എന്നതല്ലാതെ നല്ല മാങ്ങ പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റോട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറെക്കുറെ കാണുന്ന അത്യാവശ്യം മൂപ്പത്തിയ എല്ലാ മാവുകളും നല്ല പൂത്ത് കണ്ണിമാങ്ങകൾ ഉണ്ടായി, അല്ലെങ്കിൽ മാങ്ങ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ തൊടിയിൽ ഒരു മാവുണ്ട്. കൊല്ലം കുറേ ആയി വലിയൊരു മാവാണ്. ഒരു മാമ്പഴക്കാലത്തും അതും ഒരു മാങ്ങ ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ആ മാവ് വെട്ടിമുറിച്ച് വിറകാക്കുക എന്നതല്ലാതെ സീസണിലും കായ്ക്കാത്ത മരങ്ങൾ പോലെയാണ് റമളാനിലും റബ്ബിലേക്ക് അടുക്കാത്ത മനുഷ്യന്മാർ. ഒരു വസ്തുവിന് പറ്റില്ല. അതുകൊണ്ട് റമളാൻ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമായി കണ്ട് പരമാവധി റബ്ബിലേക്ക് അടുക്കണം. അതിന് പറ്റിയ എല്ലാ അവസരങ്ങളും റബ്ബ് ഒരുക്കി തന്നിട്ടാണ് റമളാനെ ഇങ്ങോട്ട് കൊണ്ടു ആഗതമായി ഇരിക്കുന്നത്. റമളാന് നന്നാകാനുള്ള എല്ലാ അവസരങ്ങളും റബ്ബ് ഒരുക്കി തന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമളാൻ അങ്ങോട്ട് ആയാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഉല്യഖത്തിൻ നീറാൻ, ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത് വഉല്യഖത്തിൻ നീറാൻ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെയൊക്കെ ബന്ധിപ്പിക്കപ്പെടും. മനുഷ്യന്മാര് നന്നാകുന്നതിന് ഏറ്റവും തടസ്സം നിൽക്കുന്ന പിശാച് ശൈത്താന്മാർക്ക് നിയന്ത്രിക്കപ്പെടുന്ന, അവരെ നിയന്ത്രണ വിധേയമാക്കപ്പെടുന്ന ഒരു സമയമാണ് റമളാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും, ശൈത്താന്മാരൊക്കെ കെട്ടിട്ടിട്ട് റമളാനിൽ അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യൂലല്ലോ. ശൈത്താന്മാര് മാത്രമല്ല തെറ്റയിപ്പിക്കുന്നത്, നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ നഫ്സാണ്. ഹവൻ നഫ്സ്, ദേഹേച്ഛയാണ്. ദേഹേച്ഛ കൊണ്ട് വീണ്ടും നമ്മൾ തെറ്റിലേക്ക് പോകും. എല്ലാ അവസരങ്ങളും നന്നാകാനുള്ള അവസരങ്ങളൊക്കെ റമളാനിൽ വളരെ അനുകൂലമാണ്. 11 മാസം ഉള്ളതുപോലെയല്ല ഈ ഒരു മാസത്തിൽ. ജനങ്ങൾക്കിടയിൽ പ്രത്യേക ഒരു ഈമാൻ പ്രകടമാവും. ശരിയാണ്, ജനങ്ങൾക്കിടയിൽ നല്ല ഈമാൻ പ്രകടമാവും. ഏറ്റവും അധികം മനുഷ്യൻ ഭക്ഷണം കൊടുക്കുന്ന മാസം റമളാനിലായിരിക്കും. വിശ്വാസികൾ ഭക്ഷണം കൊടുക്കുന്ന മാസം റമളാനിലായിരിക്കും. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്യർക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂലി കിട്ടുന്ന ഭക്ഷണം കൊടുക്കൽ സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കലാണ്. സ്വന്തം ഉമ്മക്കും വീട്ടുകാർക്കും ഭക്ഷണം കൊടുക്കലാണ്.
എൻ്റെ വീട്ടിൽ 30 ദിവസത്തിൽ ഞാനൊരു നോമ്പ് തുറ സംഘടിപ്പിക്കാൻ നാട്ടുകാരെയും കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നോമ്പ് തുറ സംഘടിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും റമദാനിൽ 30 ദിവസം എൻ്റെ വീട്ടുകാരി, എൻ്റെ മക്കള്, മരുമക്കള്, ബന്ധപ്പെട്ടവരൊക്കെ നോമ്പ് തുറക്കുന്നു. ഏറ്റവും സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കുന്ന ഒരു കുടുംബനാഥൻ 30 ദിവസത്തിലും എന്തെങ്കിലും ഒന്ന്, എന്നും മാംസമില്ലെങ്കിലും, എന്നും ചിക്കൻ ഇല്ലെങ്കിലും, ബീഫ് ഇല്ലെങ്കിലും, ഏതാണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം നല്ല സുഭിക്ഷമായി മക്കള്, വീട്ടുകാര് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കപ്പെടുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. ഏറ്റവും അധികം ഭക്ഷണം കൊടുക്കപ്പെടുന്ന മാസം, ഇത്വാം നടക്കുന്ന മാസം, ഏറ്റവും അധികം നിസ്കാരം നടക്കുന്ന മാസം റമദാനാണ്. ഏറ്റവും അധികം സ്വദഖകൾ നടക്കുന്ന മാസം റമദാനാണ്. ജനങ്ങൾക്കിടയിൽ അശ്ലീലവും സംസാരങ്ങളും വളരെ കുറയുന്ന മാസം റമദാനാണ്. ഇതൊക്കെ അനുകൂല സാഹചര്യങ്ങൾ മനുഷ്യൻ ഒരുക്കി തന്നു. എന്തിനാണ് ഇതൊക്കെ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം. ഞാൻ കുറേ ദീർഘമായി പറയല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇവിടെ പല സമയത്തും പല ഉസ്താദുമാർ, ഞാൻ തന്നെ ഇവിടെ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നമുക്ക് മാത്രമല്ല നോമ്പുണ്ടായിരുന്നത്, നമ്മുടെ മുൻഗാമികൾക്കും നോമ്പുണ്ടായിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയ ഉമ്മത്തിലും നോമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ നോമ്പിന്റെ നിയമങ്ങൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അവരിലും നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ ഓതുന്ന മുതഅല്ലിമീങ്ങൾക്കറിയാം, 5 വഖ്ത് നിസ്കാരത്തിന്റെ ബാബ് അധ്യായം തുടങ്ങുന്നിടത്ത് തന്നെ പറയുന്നത് 5 വഖ്ത് നിസ്കാരം ഈ ഉമ്മത്തിനാണെങ്കിലും ഈ പറയപ്പെട്ട 5 നിസ്കാരങ്ങൾ, ഓരോ നിസ്കാരങ്ങളും വ്യത്യസ്ത ഉമ്മത്തുകളിൽ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ളുഹർ ഇന്ന ഉമ്മത്തിലുണ്ടായിരുന്നു, അസ്ർ ഇന്ന ഉമ്മത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 4 റക്അത്തായിരുന്നു അവിടെ അവർക്കുണ്ടായിരുന്നത്, സുജൂദ് ഇങ്ങനെയായിരുന്നു, റുകൂഅ് ഇങ്ങനെയായിരുന്നു എന്നതിലൊക്കെ നമ്മളെ നിസ്കാരം പോലെ ആകണം എന്നില്ല. ഹജ്ജ് എല്ലാ ഉമ്മത്തിനും ഉണ്ടായിരുന്നു. മാ മിൻ നബിയിൻ ഇല്ലാ വഖദ് ഹജ്ജ, ഒരൊറ്റ നബിയും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടല്ലാതെ. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 തവണ നടന്നിട്ട് ഹജ്ജിന് പോയി എന്നത് ഫത്ഹുൽ മുഈൻ പറയുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ പഴയ ഇന്ത്യയിൽ നിന്ന്, സിലോണിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്. അപ്പൊ എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് റമദാൻ കഴിയുമ്പോഴേക്ക് തഖ്വ ഉണ്ടാകണം. തഖ്വ ഉണ്ടാകുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറണം. അതാണ് ഇതിന്റെ അർത്ഥം. തഖ്വ ഉണ്ടാകുന്ന നോമ്പായി നമ്മുടെ നോമ്പ് മാറണം. തഖ്വ എന്ന് പറഞ്ഞാൽ തറാവീഹ് നിസ്കരിക്കലല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ ജുമുഅക്ക് പള്ളിയിൽ വരലല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബക്കറ്റ് SSFന്റെ ഫണ്ടിന് പുറത്ത് ബക്കറ്റ് ചോദിക്കുമ്പോൾ അതിലിട്ട് കൊടുക്കലല്ല സ്വതക്ക. തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുകയും ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതിനെ, അല്ലാഹു വിരോധിച്ചതിനെ ഒഴിവാക്കുകയും ചെയ്യലാണ് തഖ്വ. തഖ്വക്ക് 2 ഭാഗങ്ങളുണ്ട്. തഖ്വക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ചെയ്യലാണ്, ഒന്ന് ഉപേക്ഷിക്കലാണ്. നമ്മുടെ നാട്ടിൽ നിസ്കാരം വളരെ കൂടുതലാണ്. മുമ്പത്തേക്കാൾ നിസ്കാരം കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടുള്ളതിനേക്കാൾ നിസ്കാരം കൂടുതലായിരിക്കും ഇപ്പോൾ. അങ്ങനെ ആയിരിക്കും ഞാൻ. പണ്ടൊക്കെ എല്ലാവരും നോമ്പൊന്നും നിൽക്കില്ല. കേട്ടതാണ്, എനിക്കെന്നെ ഓർമ്മയുണ്ട്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന, UP പഠിക്കുന്ന കാലത്ത് നമ്മൾ ക്ലാസ്സിലൊക്കെ എല്ലാവരും ഒന്നും നോമ്പ് നിൽക്കില്ല. ഇപ്പൊ നോമ്പ് നോക്കുന്നവരാണ് എല്ലാ യുവാക്കളും. മുമ്പത്തേക്കാൾ ഇബാദത്തുകൾക്ക് ആളുകൾ കൂടുതലുണ്ട്. പള്ളികൾ വർദ്ധിച്ചു, സൗകര്യങ്ങൾ കൂടി, പള്ളിയിൽ ആളുകളായി, തറാവീഹിനൊക്കെ നല്ലോണം ആളുകളുണ്ട്. പക്ഷേ ഇജ്തിനാബു നവാഹി എന്ന് പറയുന്ന മറ്റേ ഒരു ഭാഗമുണ്ട്. ഇജ്തിനാബു നവാഹി, അള്ളാഹു ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത്, അത് തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയ്യാൻ പണി കുറവാണ്. ചെയ്യാൻ തഖ്വന്റെ ആവശ്യമില്ല. ഇപ്പൊ ജുമുഅക്ക് ഇപ്പൊ ഇവിടെ കൂടാൻ തഖ്വ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ തഖ്വന്റെ ഊക്കൊണ്ടാണ് ഞാൻ ഇന്ന് ജുമുഅക്ക് വന്നത്, തഖ്വന്റെ ഊക്കൊണ്ടാണ് ഞാൻ ഇന്ന് തറാവീഹിന് വന്നത്, നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? എന്നാൽ
ഫോൺ അങ്ങോട്ട് എടുത്തു. ഫോൺ എടുത്തപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ മ്യൂസിക്കുള്ള ഹറാമായ ഒരു റീല് വന്നപ്പോ ഇതെനിക്ക് കാണാൻ പറ്റൂല എന്നതുകൊണ്ട്, ഇതെനിക്ക് കാണാൻ പറ്റാത്ത സംഗതിയാണ് എന്നതുകൊണ്ട് അത് തുറക്കാതെ ഓപ്പൺ ചെയ്യാതെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. അത് തെക്കുണ്ടെങ്കിലാണ് അത് തെക്കുണ്ടെങ്കിലേ നടക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. പള്ളി നിസ്കരിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ കുറെ നിസ്കരിക്കുന്നു, നമ്മൾ കുറെ തറാവീഹിൽ പങ്കെടുക്കുന്നു, നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നു, പള്ളിയിലെ പിരിവിൽ നമ്മൾ പങ്കെടുക്കുന്നു. പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെയും തഖ്വയുടെ മറ്റേ ഭാഗമായ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നല്ല തഖ്വ വേണം. ആ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തഖ്വയിലേക്ക് നമ്മൾ പതിയെ പതിയെ എത്തണം. തഖ്വ മലക്കയാകുക എന്നതിനെപ്പറ്റി പറയാം. മലക്കയാകുക എന്ന് പറയും. തഖ്വ മലക്കയാകുക എന്ന് പറയുന്നത് നമ്മൾക്കൊന്നും തഖ്വ മലക്കയായിട്ടില്ല. മലക്ക എന്ന് പറയും അറബിയിൽ അതിനെപ്പറ്റി. അതായത് എനിക്ക് ഡ്രൈവിങ് നല്ല മലക്കയാണ്. ഡ്രൈവിങ് അതായത് ഡ്രൈവിങ്ങിന്റെ സീറ്റിൽ എന്നെ, കാറിന്റെ സീറ്റിൽ എന്നെ പിടിച്ചിരുത്തിയാൽ ഞാൻ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാക്കിയാൽ പിന്നെ ഞാൻ ഡ്രൈവിങ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആലോചിക്കേണ്ട. ഓട്ടോമാറ്റിക് എൻ്റെ കൈ ഇങ്ങനെ ചലിക്കും, ഓട്ടോമാറ്റിക് ഗിയർ മാറും, എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതേ സമയത്ത് ചിലപ്പോൾ വേറെന്തെങ്കിലും ചിന്തയിലാണെങ്കിൽ പോലും സ്വതവേ എന്താണോ വേണ്ടത് അതങ്ങനെ നടക്കും. നല്ല നീന്തം അറിയുന്ന ഒരാളെ കുളത്തുകൾ കൊണ്ടുപോയിട്ടാൽ ഓനിങ്ങനെ ആലോചിക്കോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കോ, അതൊന്നുമില്ല. അതവൻ ഓട്ടോമാറ്റിക് ചെയ്യും. അതാണ് മലക്കയാകുക എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം ഡ്രൈവിങ് പഠിക്കുമ്പോൾ മലക്കയായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആലോചിക്കും. ഡ്രൈവിങ് പഠിക്കുമ്പോൾ ആലോചിക്കും, ഇത് ഇനിയിപ്പം നീ ക്ലച്ച് ചവിട്ടണം എന്ന് ആലോചിക്കും, ചവിട്ടിയിട്ട് മാറ്റണം എന്ന് ആലോചിക്കും. അപ്പൊ മലക്കയായി വരുന്നേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രകൃതിയിൽ അത് ഊട്ടപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്കത് എളുപ്പമായി. ഇപ്പൊ വണ്ടിയിൽ അങ്ങോട്ട് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കണില്ല. നമ്മൾ ഒന്നും ആലോചിക്കാതെ തന്നെ നമ്മൾ വണ്ടി ഓട്ടി എങ്ങനെ പോവുക. അപ്പൊ ഡ്രൈവിംഗ് എനിക്ക് അത്രയും വശം വന്നു. ഇനി ഒരിക്കലും എനിക്ക് വണ്ടി ഓട്ടുന്ന സന്ദർഭത്തിൽ ക്ലച്ച് വിട്ടാൽ ഞാൻ ഗിയർ മാറ്റൂല. അതേപോലെ തഖ്വയാകണം. അതേപോലെ മനുഷ്യനങ്ങോട്ട് മാറലാണ് തഖ്വ മലക്കയാകുക എന്ന് പറഞ്ഞാൽ. തഖ്വ മലക്കയായി കഴിഞ്ഞാൽ പിന്നെ അവൻ പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാലല്ലാതെ വരൂല, മുന്നിൽ വരൂല. നമ്മളിപ്പോ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേകാല് വെക്കണമെന്ന് മറന്നുപോയാൽ ചിലപ്പോൾ അറിയാതെ ഇടത്തേകാല് വെക്കും. ബാത്റൂമിലേക്ക് കയറുമ്പോൾ അറിയാതെ ചിലപ്പോൾ വലത്തേകാല് ആദ്യം വെക്കും. സുബ്ഹാനല്ലാഹ്, അതങ്ങോട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടത്തേകാലല്ലാതെ ആദ്യം വരൂല. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേകാലല്ലാതെ ആദ്യം ധരിക്കൂല. ഷർട്ട് ധരിക്കുമ്പോൾ വലത്തെ ഭാഗമല്ലാതെ വലത്തെ കൈയല്ലാതെ ആദ്യം ധരിക്കൂല. ഷർട്ട് ഊരുമ്പോൾ ഇടത്തെ കൈയല്ലാതെ ആദ്യം ഊരൂല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ഇതൊക്കെ സ്വതവേ ഇങ്ങനെ ഉണ്ടായിത്തീരുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തണം. അതിനാണ് നല്ല പരിശീലനം വേണം. ആദ്യം പരിശീലനത്തിന്റെ സമയമാണിത്. നമുക്ക് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ താനേ ഇടത്തെ കാല് പുറത്തേക്ക് വരണം. നിസ്കരിക്കാൻ നിന്നാല് പിന്നെ വേറെ ചിന്തകൾ മനസ്സിലേക്ക് വരാത്ത വിധം നമ്മുടെ തഖ്വ നമ്മുടെ ഖൽബിൽ കയറണം. അപ്പൊ അതിനെ പറ്റി ഏറ്റവും നല്ല സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. റമദാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ ഇക്കൊല്ലം റമദാൻ പരമാവധി നമ്മൾ നല്ല ഖൈറായ കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മൾ പരിശീലിക്കണം. കുറേ നിസ്കരിക്കാൻ വരല് മാത്രമല്ല, തിന്മകളിൽ നിന്ന് വിട്ടിക്കാൻ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യദഉ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യത്റുക തആമഹു വശറാബഹു.
തെറ്റായ സംസാരങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും തെറ്റായ ഇടപെടലുകളും റമദാൻ മാസത്തിൽ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അവന്റെ നോമ്പ് കൊണ്ട് റബ്ബിന് യാതൊരു ആവശ്യവുമില്ല. വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷ്. എത്രയോ നോമ്പുകാരുണ്ട്, അവന്റെ നോമ്പ് കൊണ്ട് പട്ടിണിയും ദാഹവും അല്ലാതെ മറ്റൊന്നും മിച്ചമുണ്ടാവുന്നില്ല. അങ്ങനത്തെ കുറെ നോമ്പുകാരുണ്ട്, പട്ടിണി കിടന്നത് ബാക്കിയാണ്. അങ്ങനെയാവരുത്. നമ്മൾ പരമാവധി ഹൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. റമദാനിൽ എന്നും സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. സുന്നത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫർളെടുത്ത കൂലിയാണ് ഒരു സുന്നത്തിന്. ഒരു ഫർളിന് എത്ര കൂലിയാണ്? 70 സുന്നത്തിന്റെ കൂലിയാണ്. 70 സുന്നത്തിന്റെ കൂലിയാണ് ഒരു ഫർളിന്. ഫുഖഹാക്കൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സുബൈക്ക് നമ്മൾ സുന്നത്ത് നിസ്കരിക്കും, സുബൈക്ക് 2 റക്അത്ത് ഫർള് നിസ്കരിക്കും, അതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഈ സുന്നത്ത് നിസ്കാരത്തിന്, ഈ ഫർള് നിസ്കാരത്തിന് 70 സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയുണ്ട്. 2 റക്അത്ത് തന്നെയാണ്, പക്ഷെ പ്രതിഫലത്തിന്റെ വ്യത്യാസം നോക്കുങ്ങൾ. 70 സുന്നത്തിന്റെ പ്രതിഫലമാണ് ഒരു ഫർളിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റമദാൻ മാസത്തിൽ, ഇതെല്ലാ മാസത്തിലും അങ്ങനെ തന്നെ, ഫർളിന് സുന്നത്തിനേക്കാൾ 70 ഇരട്ടി കൂലിയുണ്ട്. എന്നാൽ റമദാൻ മാസത്തിൽ ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ ആ സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയാണ്, ഒരു ഫർളിന്റെ കൂലിയാണ്. അതായത് റമദാനല്ലാത്ത 11 മാസങ്ങളിൽ, റമദാനല്ലാത്ത 11 മാസങ്ങളിലും 70 സുന്നത്തെടുത്ത കൂലി പ്രതിഫലം റമദാനിൽ ഒരു സുന്നത്തിന് കിട്ടും. അപ്പൊ റമദാനിൽ ഒരാൾ ഒരു ളുഹ നിസ്കരിച്ചാൽ റമദാനല്ലാത്ത കാലങ്ങളിൽ 70 തവണ ളുഹ നിസ്കരിച്ച കൂലി റമദാനിലെ ഒരു ളുഹാക്ക് കിട്ടും. റമദാനിൽ ഒരാൾ റവാത്തിബ് നിസ്കരിച്ചാൽ റമദാനല്ലാത്ത 11 മാസങ്ങളിൽ 70 തവണ റവാത്തിബ് നിസ്കരിച്ച കൂലി ചുരുങ്ങിയത് കിട്ടുന്ന, ചുരുങ്ങിയത് അത് അവസാനം റമദാൻ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് 7000 70,000 ഇരട്ടിയായി മാറുമെന്ന് ഹദീസിൽ കാണാം. ഈ ലാഭം നമ്മൾ എടുക്കണം. നമ്മൾ ദുന്യാവിന്റെ വിഷയത്തിൽ ഭയങ്കര ലാഭം നോക്കലാണ്. ദുന്യാവിന്റെ വിഷയത്തിൽ ഒരു കച്ചവടം നടത്തുമ്പോൾ നമ്മൾ എവിടെ ലാഭം ഏറെ കിട്ടുക അവിടെ പോയിട്ട് വാങ്ങുക. ഒരു സാധനം രാമനാട്ടുകര മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ്, ഒരു കിൻഡൽ അടക്ക രാമനാട്ടുകര മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ഒരു കിൻഡലിന് 1000 രൂപ കിട്ടും. സങ്കല്പിക്കുക, കോഴിക്കോട് മാർക്കറ്റിൽ 1500 കിട്ടുമെങ്കിൽ നമ്മൾ കോഴിക്കോട് മാർക്കറ്റിൽ പോകും. കിൻഡൽ 500 പേരെ കിട്ടും. 10 കിൻഡൽ കൊണ്ടുപോയാൽ 5000 കിട്ടും. വണ്ടിക്കൂലി കഴിച്ചാലും ലാഭമായിരിക്കും. മംഗലാപുരം മാർക്കറ്റിൽ കൊണ്ടുപോയാൽ ഒരു കിൻഡലിന് 5000 രൂപ കിട്ടും. രാമനാട്ടുകാരെ കിട്ടുന്നതിനേക്കാൾ 4000 കിൻഡൽ കിട്ടുമെങ്കിൽ മംഗലാപുരം മാർക്കറ്റിൽ കൊണ്ടുപോകും. നമ്മുടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ വിളിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ അയൽവാസിൻ്റെ കുടുംബക്കാരൻ്റെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് കൊണ്ടായാലും വണ്ടിക്കൂലി കഴിച്ചാലും നല്ലൊരു മിച്ചം കിട്ടും, ലാഭം കിട്ടും. എന്നാൽ രാമനാട്ടുകാർക്ക് പോകണ്ട, കോഴിക്കോട് പോകണ്ട, മംഗലാപുരത്ത് പോകണ്ട, നിന്റെ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ നീ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു അധ്വാനം ഏറെ ഇല്ല ജമാഅത്തിൽ പങ്കെടുക്കാൻ. ഏറെ എന്തെങ്കിലും ചെല്ലാണ്ടോ? ഇല്ല. ഏറെ ചെല്ലാനില്ല എന്ന് മാത്രമല്ല, കുറച്ച് ചെല്ലൽ കുറവാണ്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കണം അത്ര ഓതും വേണ്ട. അങ്ങനെ ബാറ്റിൽ നിസ്കരിച്ചാൽ 27 മടങ്ങ് കിട്ടും എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കത് ശ്രദ്ധയില്ല. ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ നോക്കി. 2 മാസം 2 ആഴ്ച 3 ആഴ്ച മുമ്പ് സ്വർണത്തിന് കുത്തനെ വില കൂടി. 1,35,000 രൂപ വിലയായി ഒരു പവന്റെ വില. നമ്മുടെ പൊന്മളയിലെ സ്ഥാപനത്തിന് കുറെ സ്വർണ്ണ കോയിൻസ് കടം വാങ്ങിയുണ്ട്. തൽക്കാലം 1-2 കോയിൻസ് കടം കിട്ടാൻ വേണ്ടി ഞാനൊരു കോയിൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് മഞ്ചേരിയിലും മലപ്പുറത്തും കോട്ടക്കലുള്ള സർവ്വ ജ്വല്ലറിയിലും കയറി. ഒരൊറ്റ സ്ഥലത്തും കോയിൻസ് ഇല്ല. നമ്മളെ പറ്റി ബന്ധപ്പെട്ട ജ്വല്ലറിക്കാരെ ആൾക്കാരൊക്കെ ചോദിച്ചു, ഒറ്റ സ്ഥലത്തും കോയിൻസ് ഇല്ല. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, അപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു, സംഗതി കോയിൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, ഇപ്പൊ ഞങ്ങളത് ഇറക്കൂല, ഇപ്പൊ ഞങ്ങളത് തരൂല. കാരണം ഇത് കൂടിക്കൊണ്ടിരിക്കുക. നാളെ ഇതിലാറുണ്ടാവും, മറ്റന്നാളെ പിന്നെയും കൂടും. ഇത് കുത്തനെ കൂടുകയാണ്. അതുകൊണ്ട് പിടിച്ചൊക്കെയാണ് ഇപ്പോ. കാരണം മറ്റന്നാളെ കൊടുത്താൽ ഇന്ന് കൊടുത്തതിനേക്കാൾ ഇനി വില കിട്ടും. ഇതാ ദുന്യാവിൽ നമ്മളെ വിഷയം. ദുന്യാവിൽ ഒരു റുപ്യ ലാഭം കിട്ടുന്നിടത്തേക്ക് നമ്മൾ ചെല്ലും.
മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിൻ ഖൈരിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാഹു. വിശുദ്ധ റമളാനിൽ ഒരു സുന്നത്തെടുത്താൽ റമളാനല്ലാത്ത കാലത്ത് 70 സുന്നത്തെടുത്ത കൂലി കിട്ടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാൻ ഒരു ഖത്ം ഓതിയാൽ റമളാനല്ലാത്ത കാലത്ത് 70 ഖത്ം ഓതിയ കൂടി ചുരുങ്ങിയത് കിട്ടും. റമളാനിൽ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, റമളാനിൽ ഒരാൾ ഒരു സുന്നത്തെടുത്താൽ കിട്ടുന്ന പ്രതിഫലം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഈ മാസം മുഴുവൻ നമ്മൾ പരമാവധി ഖൈറുകൾ വർദ്ധിപ്പിക്കണം, പരമാവധി ഖൈറുകൾ ചെയ്യണം. എല്ലാ ദിവസവും ഒരു 50 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം റമളാനിൽ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു 50 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എല്ലാ ദിവസവും 50 നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും. 20 റക്അത്ത് തറാവീഹ്, 20 റക്അത്ത്, 3 റക്അത്ത് ചുരുങ്ങിയത് വിത്തർ, ചുരുങ്ങിയത് 3-നേക്കാൾ കൂട്ടാൻ പറ്റുമെങ്കിൽ 3-നേക്കാൾ കൂട്ടാം. ഇവിടെ കുറെ ആൾക്കാർ അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, വിത്തർ 11 നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ട്. 20 3 23 22 റക്അത്ത് റവാത്തിബ്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ മുമ്പും ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള നിസ്കാരത്തിനാണ് റവാത്തിബ്. അത് 22 റക്അത്താണ്. മുഅക്കദ് ഏറ്റവും ശക്തമായ സുന്നത്ത് 10 റമളാനിൽ 22 നിസ്കരിക്കുക. മുമ്പ് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ശേഷം നിസ്കരിക്കുക. അതൊക്കെ നമ്മളോട് പലവട്ടം പറഞ്ഞതാണല്ലോ. മുമ്പ് നിസ്കരിക്കാൻ പറ്റാത്തവർ, ചിലപ്പോൾ ഒരാൾ പള്ളിക്ക് വന്നപ്പോൾ ജമാഅത്ത് തുടങ്ങിയാണ്, ദുഹൂറിന്റെ ജമാഅത്ത് തുടങ്ങി, മുമ്പുള്ള നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും ദുഹൂറിന് ശേഷം നിസ്കരിക്കാൻ പറ്റും. ദുഹൂറിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും ശേഷം നിസ്കരിച്ചാൽ മതി. കാരണം സമയം അവസാനിച്ചിട്ടില്ല. സമയം അവസാനിക്കുന്നത് അസർ വാങ്ങി കൊടുക്കുമ്പോൾ അതിന്റെ സമയം അവസാനിക്കുള്ളൂ. അപ്പോൾ റവാത്തിബ് 22 റക്അത്ത്. അപ്പൊ 23 തറാവീഹ്, 20, 3 വിത്തർ, റവാത്തിബ് 22, അപ്പൊ 45. 2 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കുക, ചുരുങ്ങിയത്. കുറെ ആൾക്കാർ നിസ്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുടെ നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. ആ അവ്വാബീൻ നിസ്കരിക്കുന്നവർക്ക് മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സ്വലാത്തുൽ അവ്വാബീൻ 2, അപ്പൊ 47. 2 റക്അത്ത് ദുഹ, ചുരുങ്ങിയത് 2 റക്അത്ത് ദുഹ നിസ്കരിക്കുക. ആ ദുഹ നിസ്കരിച്ച് 49. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, ചുരുങ്ങിയത്. അപ്പൊ 51. തഹജ്ജുദ് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അത്താഴത്തിന് എഴുന്നേറ്റ ഉടനെ തന്നെ നിസ്കരിച്ച്, എഴുന്നേറ്റ് വേഗം ബ്രഷ് ചെയ്ത് വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഏറ്റവും ഖുശൂഅ് കിട്ടുന്ന നിസ്കാരം ഈ തഹജ്ജുദ്. ആ നിസ്കാരം നിസ്കരിച്ചിട്ട് അപ്പോൾ ആരും എണീറ്റിട്ടുണ്ടാവില്ല, ആരും കാണാനില്ല. എണീറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിലേക്ക് കയ്യുയർത്തിയിട്ട് ദ്വാരക്കുക. എന്തൊക്കെ ദ്വാരക്കാണ്ട് നമുക്ക്, എന്തൊക്കെ വിഷമങ്ങളുണ്ട്, വിഷമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ആഖിറത്തിന്റെ വിഷയം എത്ര ദ്വാരക്കാണ്ട് നമുക്ക്. അപ്പോൾ അത് കുറച്ച് ദ്വാരക്കുക. അപ്പൊ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ മൊത്തം 50 റക്അത്തിന്റെ മേലെ 51 റക്അത്ത്. ഈ 50 റക്അത്തിനെ നമ്മൾ 70 കൊണ്ട് കുറിച്ചേക്ക് ചുരുങ്ങിയത്. അത് അവസാനമാകുമ്പോൾ വീണ്ടും കൂടുകയാണ്. അതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുക. ഒരൊറ്റ ദിവസം നമുക്ക് ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുക. വിശുദ്ധ ഖുർആൻ ഓതും, പരമാവധി ഖുർആൻ ഓതുക. ഖുർആൻ എത്ര ഓതണം നമ്മൾ ഇപ്പോഴേ ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഖുർആൻ ഒരു ഹർഫ് ഓതിയാൽ, ഒരു അക്ഷരം ഖുർആൻ ഓതിയാൽ, മൻ ഖറഅ ഹർഫൻ മിൻ ഹാദൽ കിതാബി കാന ലഹു ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു അക്ഷരം ഓതിയാൽ, ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ, കാന ലഹു ഹസന, അതൊരു ഹസനത്താണ്. എന്നിട്ട് നബിതങ്ങൾ പറയാണ്, വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു ഹസനത്തിന് 10 കൂലിയാണ്, 10 പ്രതിഫലമാണ്. എന്നിട്ട് മുത്തുനബി പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം വേറെ ഹർഫാണ്, മീം വേറൊരു ഹർഫാണ്. അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ 30 ഹസനത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 30 കൂലി അലിഫ് ലാം മീം എന്ന് ഓതിയാൽ കിട്ടി. എപ്പോ കിട്ടിയ? റമളാനിലല്ല, റമളാൻ അല്ലാത്ത കാലത്ത് തന്നെ കിട്ടും. റമളാനിൽ അത് 70,000 മടങ്ങും. അതുകൊണ്ട് റമളാൻ നല്ലോണം ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ അറിയാത്തവരും ഖുർആൻ ഓതുക. ഖുർആൻ ഓതിയാൽ നമ്മുടെ ഖൽബ് ഇങ്ങനെ ശുദ്ധിയായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. സ്വഹാബികളെ,
നമ്മുടെ ഖൽബ് ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്, ഇരുമ്പിന് കറ പിടിക്കുന്നത് പോലെ, ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ, ഇരുമ്പിന് കറ പിടിക്കുന്നത് പോലെ ഖൽബിന് കറ പിടിക്കും. ഇദാ അസ്വാബഹുൽ മാഉ, ഇരുമ്പുമ്മ വെള്ളം തട്ടിയാൽ, ഇരുമ്പ് വെള്ളവും മണ്ണൊക്കെ തട്ടിയാൽ ഇരുമ്പ് കറ പിടിക്കും, തുരുമ്പെടുക്കുന്നത് പോലെ ഖൽബ് കറ പിടിക്കും. സ്വഹാബികൾ ചോദിച്ചു, നബിയേ വമാ ജിലാഉഹാ, വമാ ജിലാഉഹാ, ഇരുമ്പിന്റെ കറ കളയാൻ കെമിക്കലുകളുണ്ട്, ഇരുമ്പ് കറ പിടിച്ചാൽ കളയാൻ വഴികളുണ്ട്, ഖൽബിന്റെ കറ മാറ്റാൻ എന്താണ് വഴി? നബി തങ്ങൾ പറഞ്ഞു, 2 വഴികളാണ് ഖൽബ് ശുദ്ധിയാകാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതലാണ്. രണ്ടാമത്തെ കസറത്തു ദിക്രിൽ മൗത്ത്, മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കലാണ്. രണ്ടാമത്തെ കാര്യം മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, മരിക്കണം ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം ഖുർആൻ ഓതുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ഖൽബ് തെളിഞ്ഞു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതുക, ഖുർആൻ ഇങ്ങനെ ഓതുക. എത്ര ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ കഴിയാത്ത ആൾക്കാർ, പ്രയാസമുള്ള ആൾക്കാരും തപ്പി കുറിച്ച് ഓതുക. അതൊക്കെ ആ ഹദീസൊക്കെ ഞാൻ മുമ്പ് ഒരട്ടം പറഞ്ഞാൽ, പ്രയാസപ്പെട്ട് ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് 2 കൂലി കിട്ടും. 2 കൂലി പറഞ്ഞാൽ പ്രയാസപ്പെട്ട കൂലി വേറെ കിട്ടും, ഓതിയ കൂലി വേറെയും കിട്ടും. ഓതിക്കഴിഞ്ഞ ഖത്മ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. അതേപോലെ മരിക്കുമെന്ന ഓർമ്മ നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മരിക്കും നിങ്ങൾ ദിക്റിൽ എടുക്കാന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ മനസ്സിന്റെ ഒരു ഉപബോധ മനസ്സിലൊന്നും ഉണ്ടായാൽ മതി. ആര് പേടി ഉണ്ടാവുമല്ലോ. അതെങ്ങനെ ഉണ്ടാകല്? ആ ദിക്റുൽ മൗത്ത് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഇങ്ങനെ മരിക്കും ഇങ്ങനെ ആലോചിച്ചുള്ള കല. അതിന്റെ അർത്ഥം അങ്ങനല്ല. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുണ്ടാകും. എപ്പോഴും ഇങ്ങനെ മരിക്കും എഴുതി കിടന്നുണ്ടെങ്കിൽ പിന്നെ മണിക്കൂല, പെണ്ണുങ്ങളെ നോക്കൂല. അതല്ല അതിന്റെ അർത്ഥം. അതതിന്റെ അർത്ഥം. പെണ്ണുങ്ങൾ ഭാര്യ പറയാണ്, നോക്കി ഇവിടെ അരി കഴിഞ്ഞാണ് എന്ന് മുണ്ടാതെ നമുക്ക് ഇപ്പൊ മരിക്കും. അതതിന്റെ അർത്ഥം. അതല്ല. നമുക്കൊരു എങ്ങനെ ഉപബോധ മനസ്സിൽ മരണത്തെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാകല്? നമ്മൾ സുബഹിസ്കരിക്കാതെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നിസ്കരിക്കണമെന്ന് ചിന്തയുള്ള ഒരു മനുഷ്യൻ രാവിലെ ഇടക്കിടക്ക് സുബഹിയാകുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ടാവും, നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന്. ളുഹ്റിന് ബാങ്ക് വിളിച്ചു, നേരം 3 മണിയായി. അപ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ബേജാറുണ്ട്. എന്താ ബേജാർ? നിസ്കരിച്ചിട്ടില്ല എന്നൊരു ബേജാറും എൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അതേപോലത്തെ ഒരു ഓർമ്മ നമ്മുടെ ഉപബോധ മനസ്സിലെപ്പോഴും ഉണ്ടാകും. മരിക്കും എന്നുള്ള ചിന്ത. മരിക്കണിക്ക് മരിച്ചു പോകണമല്ലോ പഠിച്ചവനെ എന്ന്. അപ്പൊ ദുന്യാവിൽ നിന്ന് നമുക്ക് ആശകളും ആഗ്രഹങ്ങളും കുറയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും തഖ്വ നമ്മുടെ മലക്കയായി അങ്ങോട്ട് മാറും. തഖ്വ നമ്മുടെ മലക്കയായി മാറും. മലക്കയാകുക എന്ന് പറഞ്ഞാൽ തഖ്വ എവിടെയാണ്? തഖ്വ ഇവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. നിങ്ങളെ രൂപങ്ങളും നിങ്ങളെ വസ്ത്രങ്ങളും നിങ്ങളുടെ ഭംഗിയും നിങ്ങളെ വസ്ത്രങ്ങളൊന്നും റബ്ബ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, റബ്ബ് നിങ്ങളെ ഖൽബിലേക്കാണ് നോക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, നെഞ്ചത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയാണ്, അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അപ്പൊ റമദാൻ കഴിയുമ്പോൾ തഖ്വ കൂടണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. റമദാൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് കാര്യമായ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനത്തെ റമദാനായി നമ്മുടെ റമദാൻ മാറണം. അങ്ങനത്തെ റമദാനായി നമ്മുടെ റമദാൻ മാറണം. അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം. അതുകൊണ്ടാണ് സംസാരം ചുരുക്കണം എന്ന് പറഞ്ഞു. നമ്മളെ നോമ്പ് പട്ടിണി കിടക്കുന്ന നോമ്പാകരുത്. നോമ്പ് 3 തരം നോമ്പുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 3 തരം നോമ്പുണ്ട്. ഒന്ന് സൗമുൽ ഉമൂമി, നാടന്മാരെ നോമ്പ്, പക്കാ നോമ്പ്, പക്ക സാധാ മനുഷ്യന്മാരെ നോമ്പ്. അതെന്താണെന്നറിയോ? വെറും ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഭാര്യ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യൂല, അത്രേ ഉള്ളൂ ഓല പരിപാടി. രണ്ടാമത്തെ നോമ്പ് സൗമുൽ ഖുസൂസ്. സൗമുൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ അവന്റെ നോമ്പ് അവന്റെ വായും അവന്റെ വയറും മാത്രമല്ല നോമ്പിൽ പങ്കെടുക്കുന്നത്, അവന്റെ കൈയും കണ്ണും കാലും എല്ലാ അവയവങ്ങളും നോമ്പിൽ പങ്കാളികളാവുന്ന നോമ്പ്. അതാണ് നോമ്പ്, സൗമുൽ ഖുസൂസ്. അതായത് അവൻ ഗീബത്ത് പറയില്ല,
അവൻ നമീമത്ത് പറയൂല, ചീത്ത പറയൂല. വഇൻ ഇംറുഉൻ ഖാസമഹു ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സ്വായിം. സഹീഹ് ബുഖാരിയിൽ കാണാം, ഒരാൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോമ്പുകാരനെ ഒരാൾ വിളിച്ചു വന്നിട്ട് കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു. നോമ്പുകാരന് ഒരാൾ വന്ന് ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞാൽ ഫല്യഖുൽ ഇന്നി സ്വായിം, എന്ത് പറയണം? ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണമെന്ന് സഹീഹ് ബുഖാരി പറഞ്ഞു. അപ്പൊ എന്താ, നോമ്പാണ്, റമളാൻ മാസാണ്. ഒരാൾ ഗീബത്ത് പറയാമെന്ന്, അല്ലെ ഗീബത്ത് പറയുമ്പോൾ നമ്മൾ പറയാണ് നോമ്പാണ്, റമളാനാണ്, ഇപ്പൊ നമുക്കൊന്നും മിണ്ടണ്ട. ഇങ്ങനെ ശരീരം മുഴുവൻ, അവന്റെ ജീവിതം മുഴുവൻ നോമ്പിൽ പങ്കാളിയാകുന്ന നോമ്പാണ് സോമുൽ ഖുസൂസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഐറ്റം നോമ്പുണ്ട്, അത് നമുക്കൊന്നും കഴിയൂല. സോമു ഖുസൂസിൽ ഖുസൂസ്, അതായത് അത് അള്ളാഹുവിലേക്ക് എത്തിയ വലിയ മഹാന്മാര്, അള്ളാഹുവിലേക്ക് മാരിഫത്തിന്റെ ദറജയിലേക്കും വിലായത്തിലേക്കൊക്കെ എത്തിയിരിക്കും കഴിയുന്നത് നോമ്പാണ്. അതായത് അവർക്ക് നോമ്പ് ആ സമയത്ത് റബ്ബിനെ അല്ലാതെ വേറൊരു ഫിക്റും ഓൽക്കുണ്ടാവൂല. നമുക്ക് കഴിയില്ല, ആ സ്ഥാനത്തേക്ക് നമ്മൾ ഇപ്പം എത്തിയിട്ടില്ല. നമ്മൾ ഈ രണ്ടാമത്തെ ഗ്രേഡിലെങ്കിലുമുള്ള നോമ്പായി നമ്മുടെ നോമ്പ് മാറണം. നോമ്പുകാര് സംസാരം വളരെ ചുരുക്കണം. മൊബൈൽ ഫോണിൽ എന്തെങ്കിലും എഴുതി വിടുന്നത് നിർത്തണം. സോഷ്യൽ മീഡിയ നിയന്ത്രണം വരുത്തണം. ഇങ്ങനെ വരുത്തി 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 റമളാൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ കുറേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഹൈറായ മാറ്റങ്ങൾ ഉണ്ടാകണം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ, റമളാൻ കഴിയുമ്പോൾ തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. റമളാൻ കഴിയുമ്പോൾ തഖ്വ ഉണ്ടാകണം. ഖുർആൻ ഓതി ഓതി നമുക്ക് തഖ്വ ഉണ്ടാകണം. സംസാരം ചുരുക്കി ചുരുക്കി നല്ല പ്ലാൻ ചെയ്ത് റമളാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ സുന്നത്തുകൾ പരമാവധി എടുക്കണം. തറാവീഹൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഏതാളും നമ്മൾ നിസ്കരിക്കണം. തറാവീഹ് നമ്മൾ ഏതാളും നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് എണീറ്റ് പോകാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ആ നിസ്കരിക്കുന്ന നിസ്കാരം പരമാവധി ഖുശൂഉം ഖുദൂഉം നിസ്കരിക്കുക, പരമാവധി സുന്നത്തുകൾ എടുത്ത് നിസ്കരിക്കുക. ലികുല്ലി ഷൈഇൻ സഫ്വത്തുൻ വസഫ്വത്തുസ് സ്വലാത്തി തക്ബീറത്തുൽ ഇഹ്റാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു സത്തയുണ്ട്. നിസ്കാരത്തിന്റെ സത്ത എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അതുകൊണ്ട് ഇമാമിന്റെ കൂടെ ഒരാൾ 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ കുത്തിബ ലഹു ബറാഅത്തുൻ മിനൻ നാരി, നരകത്തിൽ നിന്ന് അവന് മോചനം എഴുതപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക പറഞ്ഞാൽ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇമാമിന്റെ കൂടെ കെട്ടരുത് കേട്ടാ. ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയില്ല നിയത്തൊക്കെ ഉണ്ട്. ചില ആൾക്കാർ അങ്ങനെ ഞാനല്ല ഇമാമ് കേട്ടിന് നിയത്തക്കളിന് പിന്നെ തുടങ്ങും ഉസല്ലി ഉസല്ലി പറഞ്ഞത്. നിയത്ത് വെക്കണമെങ്കിൽ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി കഴിയണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴിയും. അപ്പൊ നമ്മളതിലിങ്ങനെ ഒരുങ്ങി നിൽക്കുക, ഒരുങ്ങി നിന്നിട്ട് ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഉടനെ തന്നെ വേഗം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി. 40 ദിവസം ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ കൂടെ എല്ലാ വക്തിലും കിട്ടിയാലും അവൻ നരകത്തുനിന്ന് മോചനം കണക്കാക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറാവീഹിലെ എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് അഊദ് ഓതുക, 10 റക്അത്തിലും വജ്ജത്ത് ഓതുക. മാമൂമിങ്ങൾക്ക് അതൊക്കെ കിട്ടണല്ലേ? ഇതൊക്കെ പറയട്ടും പറഞ്ഞാണ്. ഈ പറഞ്ഞ തന്നെ പറയാം, ഇനി പുതിയ ഇൽമൊന്നും പറയാനില്ലല്ലോ. ഞാൻ ഏതവിടെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. കുറേ പറഞ്ഞുകൊണ്ടാവും, പറയാത്തുണ്ടാവും. പലയിടത്തും പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. എല്ലാ 10 റക്അത്തിലും വജ്ജത്ത്. ദുആഉൽ ഇഫ്തിതാഹ് മുഅക്കദായ സുന്നത്താണ്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പൂർണ്ണമായ ദുആഉൽ ഇഫ്തിതാഹാണ് വജ്ജഹത്ത്. ഇനി വജ്ജഹത്ത് ഓതിയില്ലെങ്കിലും വജ്ജഹത്തിന് പകരമായിട്ട് ഓതാവുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഓതാം. വജ്ജഹത്തിന് പകരമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ പലതുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നത് അതിന്റെ ദുആ ആണ്. നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞ വിഷയമാണ്. മാമൂമിങ്ങൾ വജ്ജഹത്ത് തന്നെ ഓതുക, അഊദ് ഓതുക. അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇസ്തിആദത്ത് ഒഴിവാക്കാതിരിക്കുക. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിആദത്ത് നിർബന്ധം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇസ്തിആദത്ത് പറഞ്ഞാൽ നരകത്തുനിന്ന് കാവൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന് കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞ് ഇബ്രാഹിമിയ സ്വലാത്തും കഴിഞ്ഞിട്ട് പിന്നെ അതിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം പറയേണ്ട അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി തുടങ്ങിയ ആ മുതൽ മസീഹിദ് ദജ്ജാൽ വരെയുള്ള ഭാഗമാണ് ഇസ്തിആദത്ത്, നരകത്തു നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും കാവൽ ചോദിക്കുന്ന ഭാഗം.
അത് അവസാനത്തെ തഹിയ്യാത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അഇമ്മത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഇന്നെപ്പോലത്തെ ലോക്കൽ ആൾക്കാർ പറഞ്ഞാലല്ല, വലിയ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കൽ കറാഹത്താണ്. അതുകൊണ്ട് എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും അത് അതെങ്കിലും ചെയ്യാം. ഏറ്റവും നല്ലത് പൂർണ്ണമായി തഹിയ്യാത്ത് ഓതലൊക്കെയാണ്. അതെല്ലാം കൂടി പാലിച്ചു കൊണ്ടൊന്നും ഇമാം നിസ്കരിക്കാൻ കഴിയില്ല. കാരണം ബാക്കിൽ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് പല ആൾക്കാരും ഉണ്ടാവും, പ്രയാസമുള്ളവരുണ്ട്, നീട്ടി നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചുരുക്കിയ നിസ്കരിക്കുക പലപ്പോഴും. അപ്പൊ എന്താ ചെയ്യുക? ഇസ്തിആദത്ത് മുടക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുക. സുന്നത്തെടുത്താൽ നമ്മൾ റബ്ബിലേക്ക് അടുക്കുമെന്ന ബോധം നമുക്കുണ്ടാവുക. ഒരു സുന്നത്തിന് 70 സുന്നത്തിന്റെ കൂലി റമളാനിൽ കിട്ടും എന്നൊരു ബോധം ഉണ്ടാകുക. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മംഗലാപുരം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് പോലെ ലാഭം കിട്ടുന്ന പണിയാണ് ഈ സമയത്ത്. പരമാവധി ചെയ്യുക, ചെയ്യന്ന് ഇത്വാം, ഭക്ഷണം കൊടുക്കുക, നോമ്പ് തുറപ്പിക്കുക. ഇവിടെ നോമ്പ് തുറ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കുന്നു. ചില്ലറ വിഷയമാണോ അത്? ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചാൽ നബി തങ്ങൾ പറഞ്ഞു, ഒരിറക്ക് പാല് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാരക്ക കൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും അവന് അള്ളാഹു മഗ്ഫിറത്ത് കണക്കാക്കും, നരകത്തുനിന്ന് മോചനം കണക്കാക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക. ഇവിടെ പള്ളിയിൽ നോമ്പ് തുറപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വഴിയിൽ യാത്രക്കാരും മറ്റൊക്കെ നോമ്പറക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങും. അതിനുവേണ്ടി പരമാവധി നമ്മൾ ഒരു വീട്ടുകാർ 2 വീട്ടുകാരൊക്കെ കൂടിയിട്ടാണ് നോമ്പുറപ്പിക്കാറുള്ളത്. റമദാനിൽ കിട്ടുന്ന ആ ഒരു അവസരം നമ്മൾ മുടക്കാതിരിക്കുക. അതിന് വേഗം അത് റമദാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അന്ന് തന്നെ അതിൻ്റെ ക്യാഷൊക്കെ കൊടുത്ത് അതൊക്കെ അതിൽ കാമിലായ രീതിയിൽ തന്നെ നടത്തുക. എന്നും എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക. എന്നും റമദാനിൽ എന്നും എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക. വലൗബി ദിർഹമീൻ, അതിന് 10 റുപ്യയാണെങ്കിൽ എന്നും കൊടുക്കുക. എന്താ 10 റുപ്യ കൊടുക്കണേ? കൊടുത്തത് ആരും അറിയാതെ തന്നെ സ്വതക്ക കൊടുക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും കണ്ടേ ജയിച്ചിട്ട് നമ്മൾ കൂലി പോകുന്നില്ല. ആരും കണ്ടെഴുതി കൂലി പോകുന്നില്ല. അതുകൊണ്ട് സദസ്സിന് പറഞ്ഞുകൊണ്ട് കൂലി പോകുന്നില്ല. നമ്മൾ കയറാം. പിന്നെന്താ കാണാതെ കൊടുക്കാറ്? നമ്മൾ ഈമാൻ തഖ്വയും കുറഞ്ഞ പോലെ ആരെങ്കിലും കണ്ടാൽ നമുക്കൊരു തണുപ്പിങ്ങനെ വരും. അതോടുകൂടി അതിന്റെ കാറ്റ് പോലും ചിലപ്പോൾ ആൾക്കാർ കണ്ടാലേ. മഹാനായ ഇമാം അബ്ദുല്ലാഹി ലദ്ദാദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു പള്ളി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടാക്കട്ടെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട്. അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദിന്റെ ഒക്കെ സ്വാഹിബായ വലിയ മഹാൻ. ഉസ്താദ് ഷെയ്ഖ് പറഞ്ഞു, നിനക്ക് ഇഖ്ലാസ് ഉണ്ടോ? പള്ളി നീ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തന്നെയാണോ പള്ളി ഉണ്ടാക്കുന്നത്? അതെ, ഞാൻ ഇഖ്ലാസോട് കൂടി അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് പള്ളി ഉണ്ടാക്കുന്നത്. അത് ഉറപ്പാണോ നിനക്ക്? നിന്റെ നീയത്ത് നന്നാക്കിയിട്ടുണ്ടോ? ഉണ്ട് ഗുരു, നന്നാക്കിയിട്ടുണ്ട്. ഉസ്താദ് ചോദിച്ചു, അബ്ദുല്ലാഹി ലദ്ദാദ് തങ്ങൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ പള്ളിയൊക്കെ ഉണ്ടാക്കി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങിയതിന് ശേഷം ആ പള്ളിന്റെ പുറത്ത് ഇന്ന ആള് ഉണ്ടാക്കിയ പള്ളി എന്ന് നിന്റെ പേരല്ലാതെ വേറെ ഒരാളുടെ പേരിൽ ആ പള്ളി അറിയപ്പെട്ടാൽ നിന്റെ മനസ്സിൽ വിഷമം ഉണ്ടാവുമോ? ഒരു പള്ളി ഉണ്ടാക്കി, ഞാൻ പള്ളി ഉണ്ടാക്കി, എല്ലാം എൻ്റെ ചെലവിൽ, ഭൂമി ഞാൻ വാങ്ങി ലക്ഷങ്ങൾ ഞാൻ കൊടുത്തിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ബുനിയ അല നഫക്കത്തി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിച്ചു, ഇന്ന ആള് ഇതാ വേറെ ആളെ പേര് നസീർക്കൻ്റെ പേര് എഴുതിയിട്ട് ഇതാ ഇന്നാൾ നസീർക്കയാണ് ഈ പള്ളിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയ പള്ളി എന്ന് എഴുതി വെച്ചത്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു നിന്റെ മനസ്സിൽ. അപ്പം ശിഷ്യൻ പറഞ്ഞു, അതൊക്കെ സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാവൂലേ, നമുക്ക് അന്നജ് ഉണ്ടാക്കണ്ടെന്ന്. പള്ളി ഉണ്ടാക്കി, നിന്റെ നിയത്ത് പൂർത്തിയായിട്ടില്ല. ഞാൻ 2 ആഴ്ച മുമ്പ് ഷെയ്ഖുനാൻ്റെ കൂടെ സൗദിയിലായിരുന്നല്ലോ. സൗദി അറേബ്യയിലെ ദമാമിൽ സൈഹാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെള്ളിയാഴ്ച ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ സാഹചര്യം ഉണ്ടായി. ദമാമിൽ കുറേ കൊല്ലങ്ങൾ ഒരു ജോലി ചെയ്ത് അവിടെ തന്നെ പെട്ടെന്ന് ആകസ്മികമായി മരിച്ചുപോയ ഒരു ഹസൈനാർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ സദസ്സ്. അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തോ ഒരു യാദൃശ്ചികത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സദസ്സിൽ നമ്മൾ എത്തിയത്. അത്ര ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുന്ന മനുഷ്യൻ. അദ്ദേഹം മരിച്ച വിവരം ഞാൻ അദ്ദേഹത്തെ നേരിട്ടറിയില്ല. അദ്ദേഹം തെക്കൻ ജില്ലയിൽ എവിടെയുള്ളതാണ്, ചെറുപ്പക്കാരൻ, 45 വയസ്സേറ്റുള്ളത്, 46 വയസ്സേറ്റുള്ളത്, 45-46 വയസ്സ്. പെട്ടെന്ന് ഒരു ദിവസം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തിരുന്ന ഖൈർ. അദ്ദേഹം ഒരൊറ്റ മനുഷ്യനറിയാതെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരൊറ്റ മനുഷ്യൻ. ആ വിഷയം പുറത്തു പറഞ്ഞത് ഫാറൂഖ് നഈം ഉസ്താദാണ്. ഫാറൂഖ് നഈം ഇദ്ദേഹം മരിച്ചതിന് ശേഷം പറഞ്ഞു,
എനിക്ക് ദുന്യാവിൽ എനിക്കൊരു വീടുണ്ടായിട്ടുണ്ട്, ആഖിറത്തിൽ എനിക്കൊരു വീട് വേണം, അതെനിക്കൊരു വീടുണ്ടാക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു പള്ളിയുടെ മുഴുവൻ ചെലവും ലക്ഷങ്ങളെ മുഴുവൻ ക്യാഷും ഫാറൂഖിനെ ഏൽപ്പിച്ചിട്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇവിടെ വേറെ ജില്ലയിലെ ഉത്തരേന്ത്യയിലെ തോന്നുന്നു ഇവിടെ. അദ്ദേഹം ആ പള്ളി ഉണ്ടാക്കി ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചുപോയി. അപ്പോ നമ്മൾ അതാ സ്വതക്ക ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ സ്വതക്ക ചെയ്യാന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ആരെങ്കിലും കണ്ടാൽ നമ്മൾ നിയത്തൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് പരമാവധി നമ്മളും റബ്ബും തമ്മിലുള്ള ഒരു അമലായിട്ട് നമ്മൾ സ്വതക്ക വർദ്ധിപ്പിക്കും. റമദാൻ അവസാനം വരെ പള്ളിയിൽ ഇത്തിക്കാഫും ഖൈറാത്തുകളായിട്ട് കഴിച്ചു. അങ്ങനെയാകുമ്പോൾ റബ്ബ് നമ്മൾ സ്വീകരിക്കാതിരിക്കൂല. കുറേ കൊല്ലം നമ്മൾ റമദാൻ കഴിച്ചു. എത്ര കൊല്ലം റമദാൻ കിട്ടി? 70 വയസ്സ് കഴിഞ്ഞവരുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ കാരണവന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം? 55 കൊല്ലം ചുരുങ്ങിയത് റമദാൻ കിട്ടിയിട്ടുണ്ടാവും. 55 കൊല്ലം ചുരുങ്ങിയത്, പ്രായപൂർത്തി എത്തിയതിനു ശേഷം. ഏതെങ്കിലും റമദാൻ കബൂലായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇക്കൊല്ലത്തെ റമദാൻ ഇവിടുന്ന് അങ്ങോട്ട് പരമാവധി ഖൈറാത്തുകൾ വർദ്ധിപ്പിച്ച് ചെല്ലി നിസ്കരിച്ച് ഇബാദത്തുകൾ എടുത്ത് നാവിനെ സൂക്ഷിച്ച് കണ്ണിനെ സൂക്ഷിച്ച് ജീവിക്കുക. യുവാക്കളോട് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളത് ശീലിക്കുക. നന്മ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, നിസ്കരിക്കാൻ വലിയ പണിയില്ല, തറാവീഹിന് വരാൻ വലിയ തഖ്വന്റെ ആവശ്യമൊന്നുമില്ല, നോമ്പർപ്പിക്കൽ ഉണ്ടാക്കാൻ വലിയ തഖ്വന്റെ ആവശ്യമില്ല. ഈ മൈക്ക കിട്ടിയാൽ ഇതിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വാല് പറയാൻ തൊണ്ടയ്ക്ക് കയറാൻ വലിയ തഖ്വന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ തെറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ട്, ആരും ഇല്ലാത്ത സമയത്ത് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, രാത്രി കിടക്കുമ്പോൾ ആ ദിവസത്തേക്ക് 1 GB നെറ്റ് എൻ്റെ ഫോണിലുണ്ട്, അതില്ലെങ്കിൽ വൈഫൈ ഫ്രീ ആയിട്ട് വീട്ടിലുണ്ട്. കിടക്കുമ്പോ എൻ്റെ റൂമിൽ ഞാൻ ഒറ്റക്കാണ്. ആ വൈഫൈ ഓൺ ആക്കിയിട്ട് നെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല കാര്യങ്ങളും അതിലുണ്ട്. ഹറാമായ കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് കണ്ടാൽ ഹെഡ്സെറ്റും വെച്ചിട്ട് അത് കേട്ടാൽ ആ വീഡിയോ വീക്ഷിച്ചാൽ വേറെ ആരും കാണുന്നില്ല മനുഷ്യന്മാര്. പക്ഷേ ആ സന്ദർഭത്തിൽ ഇതെനിക്ക് കാണാൻ പറ്റൂലല്ലോ, ഞാനിത് കാണുന്നത് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടൂലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തഖ്വയുള്ളവരാകുന്നത്. അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വലിയ തഖ്വ വേണം. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്ര തന്നെ തഖ്വ വേണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇക്കാലത്ത് നിസ്കാരക്കാര് കുറവാണ്. നിസ്കരിക്കുന്നവർ തന്നെ പലിശയുടെ ഇടപാടുകാരാണ്. ഞാനൊരു സ്ഥലത്ത് വാള് പറയാൻ വേണ്ടി റമദാനിൽ ചെന്നു. ഇക്കൊല്ലമല്ല, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ സ്ഥലത്ത് ഞാൻ വാള് പറയാൻ വേണ്ടി ഇടക്കിടക്ക് റമദാനിൽ പോകാറുണ്ട്. ആ സദസ്സിൽ കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കുറെ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഒരു കൊല്ലം ഞാൻ റമദാനിൽ വാള് പറയാൻ വേണ്ടി പോയപ്പോ വാള് തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ വാളിന് ഏറ്റവും മുൻപന്തിയിരിക്കുന്ന ഇന്നാലിന്റെ മനുഷ്യൻ, അദ്ദേഹം പലിശക്ക് പണം കൊടുക്കുന്ന മനുഷ്യനാണ്, നമ്മുടെ കമ്മിറ്റിയിലുള്ള ആളാണ്. നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന്മാര് മക്കളെ കെട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോ അദ്ദേഹം 5 ലക്ഷവും 6 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കടം കൊടുക്കും. 5 ലക്ഷം കൊടുത്താൽ തിരിച്ചു കൊടുക്കുമ്പോ 6 ലക്ഷം 1 ലക്ഷം പലിശ സഹിതം കൊടുക്കണം, മടക്കി കൊടുക്കണം. അദ്ദേഹം പലിശയുടെ ഇടപാടുകാരനാണ്. നിങ്ങളൊന്ന് വാതിലത് പറയണം. മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുന്നവർ തന്നെ പലിശയെപ്പറ്റി ചിന്തിക്കുന്നില്ല. ചില ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ഹറാമായ ബന്ധങ്ങളെ തൊട്ട് അകലം പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹറാമിനെ തൊട്ട് അകലം പാലിക്കാൻ പരിശീലിക്കണം. ഈ റമദാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് അതാണ്. അതായത് കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ ശീലിക്കണം. ഓട്ടോമാറ്റിക്കായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തഖ്വ മലക്കയാവുക എന്ന് പറഞ്ഞാൽ അതാണ്. ഫോൺ ഇങ്ങനെ ഡിസ്പ്ലേ തുറക്കുമ്പോ ഹറാമായത് കാണുമ്പോൾ നമ്മളത് കാണാൻ പറ്റൂല എന്നത് കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്നവരാകണം.
അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത്തെ കാല് ഓട്ടോമാറ്റിക്കായി ആദ്യം കയറണം. പള്ളിയിൽ പോയി പുറത്തിറങ്ങുമ്പോൾ ഇടത്തെ കാല് ഓട്ടോമാറ്റിക്കായി പുറത്തേക്ക് വരണം. ഇങ്ങനെ നമ്മൾ പരിശീലിച്ച് ഡ്രൈവിംഗ് പരിശീലിച്ചതിന് ശേഷം, ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എനിക്ക് ചിന്തിക്കാതെ തന്നെ എന്റെ ഗിയർ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ, വെള്ളത്തിൽ ചാടിയാൽ ആലോചിക്കാതെ തന്നെ എനിക്ക് നീന്തം ഓട്ടോമാറ്റിക്കായി പ്രകൃതിപരമായി വരുന്നത് പോലെ ഖൈറാത്തുകൾ, നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ചീത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഉപയോഗപ്പെടുത്തി, ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് പരമാവധി നിയന്ത്രണം പാലിച്ച്, ഫോണിൽ നിന്നൊക്കെ ഒന്ന് വിട്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് അകലം പാലിച്ച്, ആവശ്യത്തിന് മാത്രമേ ഇടപെട്ട് അങ്ങനെ നമ്മൾ റമദാൻ ഉപയോഗപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഈ മാസം കഴിയുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമുറാഹിമീനായ ഖാലിഖായ റാസിഖായ അല്ലാഹു, നീ ഞങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തി തരണം.